കുഞ്ഞിച്ചോ മിനാസാൻ അങ്ങനെ വൺ പീസിൻ്റെ ചാപ്റ്ററുള്ള 1152 റിലീസായിട്ടുണ്ട്. ആൻഡ് ബിലീവ് മീ ഗയ്സ്, ഈ ചാപ്റ്റർ ഒരു രക്ഷയില്ല, പീക്കാണ്. നമ്മുടെ പല ചോദ്യങ്ങളുടെ ആൻസറാണ് ഈ ഒരു ചാപ്റ്റർ. അത്രത്തോളം കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ അത് കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പേജ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കാര്യം എല്ലാ വീക്കിലും നമ്മൾ വൺ പീസിൻ്റെ അപ്കമിങ് ചാപ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും വൺ പീസിൻ്റെ സ്പോയിലേഴ്സും ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചാപ്റ്ററിൻ്റെ കവർ പേജിൻ്റെ അകത്ത് നമ്മുടെ യാമറ്റോ കോമോട്സിന് ഒരു പുതിയ ഹാറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഹാറ്റ് ക്രിയേറ്റ് ചെയ്തത് മറ്റാരുമില്ല, നമ്മുടെ ഒട്ടമയായിരുന്നു. ഈ ചാപ്റ്ററിൻ്റെ പേര് ആൻ ഓഫുൾ ഡേ എന്നാണ്. ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ന്യൂ ജോയിൻ പൈലറ്റ്സ് എല്ലാവരും ആ ഷിപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ മുകളിലേക്ക് പോകാനായിട്ട് അവർ നമ്മുടെ ഹജുറുദ്ദീനെയും വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ചോപ്പർ പറയുന്നുണ്ട്, ലൂഫി ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. യാസന്റെ വീണ്ടും കുറച്ചധികം സീനാണ്, സോ പുള്ളിക്കാരൻ ഇപ്പം മാറ്റുന്നത് അത്ര നല്ലതല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴാണ് നമ്മുടെ ഗബാൻ പറയുന്നത്, ലൂഫി നീ കോൺഗ്രസ് ആക്കി യൂസ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചു വേണം, അവരെന്തായാലും ഇമ്മോർട്ടലൊന്നുമല്ല, അതോർത്ത് പേടിക്കുക വേണ്ട, താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ഉറപ്പായിട്ടും കൊളോനെ എൻ്റെ ഫ്രണ്ട്സിനെ രക്ഷിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ലോക്കി പറയുന്നുണ്ട്, ഗബാൻ താങ്കൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, നേരത്തെ ഇതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഞാനും കൂടെ ബാക്കിയുള്ളൂ. ആ നൈറ്റ് സൈഡ് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വേണം, എനിക്കറിയാം അവരെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഹജുറുദ്ദീൻ എന്നെ ഫ്രീ ചെയ്യാൻ നോക്ക്, എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കോ. നീയോ ഞങ്ങളുടെ കൂടെ വരാനോ? നീ എൽബഫിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്നാണ് നീ പറയുന്നത്, അത് ഞാൻ വിശ്വസിക്കണമായിരിക്കും. ആ സമയത്താണ് ഗബാൻ അത് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ കോൺഗ്രസ് ആക്കിയുണ്ട്. ഇത് കേൾക്കുന്ന സാഞ്ചി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അത് ഞാനല്ലേ, എനിക്കറിയാമായിരുന്നു, ഇവന്മാർക്കൊന്നും അതിനുള്ള കെൽപ്പൊന്നുമില്ല. അപ്പോൾ ഗബൻ പറയും ചെയ്യും, സോഴ്സ്മാൻ അത് നീയാണ്. ഇത് കേൾക്കുന്ന സോറ ഞെട്ടിപ്പോയി, എന്ത് എനിക്ക് കോൺഗ്രസ് ആക്കിയുണ്ടോ? ഇത് കേൾക്കുന്ന ലൂഫി ഞെട്ടിപ്പോയി. കാര്യം ലൂഫി പറയുന്നുണ്ട്, നീ അത് എപ്പോഴും എമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അത് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നാ? അതുകൊള്ളാം, ഹാക്കി എന്ന പവർ മനസ്സിലാക്കേണ്ടതും ടൈം ചെയ്യേണ്ട പവറാണ്. നിന്റെ ക്യാപ്റ്റൻ 4 എംബറേഴ്സിൽ ഒരാളെന്ന് അറിഞ്ഞൂടെ, എന്നിട്ട് നിന്റെ ക്യാപ്റ്റനെ നീ ബാക്കിലേക്ക് വലിക്കുവാണോ? അല്ല അത് പിന്നെ. അപ്പോൾ സാഞ്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓൾഡ് മാൻ എനിക്ക് ലാപ്പ് വരുന്നു. ഈ സമയത്ത് ലോക്കി കിടന്ന് കാറുന്നുണ്ട്, ഹജുറുദ്ദീൻ നീ എന്ത് മണ്ടനാണ്, നമ്മുടെ നാട്ടിലേക്ക് മറ്റുള്ളവരൊന്ന് കയറി നിരങ്ങാൻ നിർത്ത്, നമ്മൾ നോക്കി നിൽക്കണ, മര്യാദക്ക് ഞാനും വരാം, നീ എന്നെ കൂടെ കൊണ്ടുപോകും, എന്നിട്ട് വേണം നീ അവസാനം വേൾഡ് ഗവൺമെൻറ്റോടെ കൂടി എൽബഫിനെ പുറകിൽ നിന്ന് ഒന്നുകൂടെ കുത്താൻ. നീ അന്ന് ചെയ്ത കാര്യം ഇതുവരെ ആരും മറന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കത്തില്ല ലോക്കി. ഈ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഹജുറുദ്ദീനെ വിളിക്കുന്നുണ്ടെന്ന്, ഹജുറുദ്ദീൻ എത്രയും പെട്ടെന്ന് വാ, നമുക്ക് മുകളിലേക്ക് പോകണം. ഈ സമയത്ത് നമ്മുടെ ലൂഫി അവൻ്റെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് പറയുന്നുണ്ട്, ലോക്കി എൻ്റെ ക്രൂവിൽ ചേരി, അങ്ങനെയെന്നുണ്ടെങ്കിൽ ഹജുറുദ്ദീൻ എന്തായാലും നിന്നെ ഫ്രീ ചെയ്യേണ്ടി വരും, കാര്യം ഞാൻ പറഞ്ഞ അവൻ ഉറപ്പായിട്ടും കേൾക്കും. നമ്മുടെ സോറയും സാഞ്ചി ഇത് സമ്മതിക്കുന്നേ ഇല്ല. സോറ പറയണമെന്ന് വെച്ചാൽ ലോക്കിനെ എങ്ങനെ അവൻ്റെ ഷിപ്പിൽ കയറ്റുമെന്നാണ്, സാഞ്ചി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ എങ്ങനെ തീറ്റി പോറ്റുമെന്നാണ്. പക്ഷേ ലൂഫി പറയുന്നുണ്ട്, എന്തായാലും എൽബഫിന് അവന് വേണ്ട, എനിക്ക് അവനെ ഇഷ്ടപ്പെടുകയും ചെയ്തു, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അവനെ കൊണ്ടുപോയാൽ എന്നാ കുഴപ്പം, അവൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവൻ ഇടിച്ചിടുകയും ചെയ്യാം. ഈ സമയത്ത് ലോക്കി കിടന്ന് കാറുന്നുണ്ട്, ഞാൻ നിന്റെ കീഴിൽ വരാനോ, സ്വപ്നത്തിൽ പോയി നടക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ലോക്കി കിടന്ന് കാറുന്നുണ്ട്. ഈ സമയത്ത് ഹജുറുദ്ദീൻ ചോദിക്കുന്നുണ്ട്, സ്ട്രോ ഹാറ്റ് നീ ശരിക്കും നിന്റെ ഗട്ട്സിലാണല്ലേ വിശ്വസിക്കുന്നത്? പിന്നെ അല്ലാതെ അതുമല്ല, അവൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഹജുറുദ്ദീൻ എത്ര നേരമായി ഒന്ന് വരുന്നുണ്ടോ എന്ന് അവന്മാർ കിടന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ലൂഫിനെ കൊണ്ട് പുള്ളിക്കാരൻ ഓടുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ എന്തായാലും പോകുവാണ്, സ്ട്രോ ഹാറ്റ്സ് എന്നോട് ക്ഷമിക്കൂ, ലോക്കിന് എന്തായാലും ഇങ്ങനെ അഴിച്ചുവിടാൻ സാധിക്കത്തില്ല, അവൻ എൽബഫിലെ ഒരു ക്രിമിനലാണ്. ആ സമയത്താണ് ഗബൻ പറയുന്നത്, ഹജുറുദ്ദീൻ ലോക്കിനെ റിലീസ് ചെയ്യും. ഇത് കേൾക്കാവുന്നത് ഹജുറുദ്ദീൻ ഞെട്ടിപ്പോ. അവൻ പറയുന്നുണ്ട്, യാസാൻ താങ്കൾ എന്താണ് ഈ പറയുന്നത്? 14 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എല്ലാം മറന്നോ? 113 മെമ്പേഴ്സിനാണ് അവൻ കൊന്നത്. അത് മാത്രമല്ല അവൻ ജാവലിനെ കാണിച്ചറിയാലോ, അവൻ എൻ്റെ അച്ഛനെ കൊന്നു, അവൻ നമ്മുടെ കൺട്രിയിലെ ഏറ്റവും വേസ്റ്റ് ക്രിമിനലാണ്, അത് താങ്കൾക്ക് അറിഞ്ഞൂടെ? ഹജുറുദ്ദീൻ നീ പറയുന്നത് ശരിയാണ്, പക്ഷേ അന്നത്തെ ദിവസം അവിടെ നിന്ന് ക്യാസിൽ നിന്ന് ഒരു സ്ട്രേഞ്ച് ആളുടെ ഹാക്കി എമിഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനും ഷാങ്സും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവുകയും ചെയ്തു. ശരിയാണ്, ഞങ്ങൾക്ക് മുഴുവൻ സ്റ്റോറിയൊന്നും മനസ്സിലായിട്ടില്ല. എന്ത് താങ്കളും ക്യാസിലേക്ക് പോയിരുന്നോ? ഷാങ്സ് എന്തിനാണ് അവിടേക്ക് വന്നത്? അപ്പോൾ ഹജുറുദ്ദീൻ പറയുന്നുണ്ട്, സ്റ്റാൻസൺ നിങ്ങൾ എന്തായാലും പൊക്കോ, ഞാൻ പതുക്കെ വന്നേക്കാം. ഈ സമയത്ത് ലൂഫിയും പറയുന്നുണ്ട്, സോറോ സാഞ്ചി നിങ്ങൾ പൊക്കോ, ഞാൻ പതുക്കെ വന്നേക്കാം. നമ്മുടെ സോറോ പറയും ചെയ്യും, ആ പൊട്ടൻ ഷാങ്സ് എന്ന് കേട്ടപ്പോൾ നിൽക്കുന്ന നോക്കിയേ, ഷാങ്സിനെ പൊട്ടാന്ന് വിളിക്കണ, ഇടം മന്ദബുദ്ധി നിന്നെയാണ് അവൻ പൊട്ടാന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ലോക്കി പറയുന്നുണ്ട്, ഗവാൻ ഹജുറുദ്ദീൻ നിങ്ങളുടെ അമ്മമാർ ഒന്നും സെയിം അല്ലായിരിക്കും, പക്ഷേ നിങ്ങളിപ്പോഴും ബ്രദേഴ്സ് തന്നെയാണ്, അതുകൊണ്ട് നീ തന്നെ അവനോട് ചോദിക്കുക, നീയല്ലാതെ ആരോ അവനോട് ചോദിക്കാനാണ്? ലോക്കി നിനക്ക് 3 നിമിഷം ഞാൻ ടൈം തരും, മര്യാദക്ക് എന്നോട് പറ, 14 വർഷങ്ങൾക്ക് മുമ്പ് ക്യാസിൽ എന്താണ് സംഭവിച്ചത്? നീ ഒരു വാര്യറാണെങ്കിൽ, എൽബഫിൻ്റെ വാര്യറാണെങ്കിൽ, ഇവിടുത്തെ ദൈവങ്ങളെ പിടിച്ച് സത്യം വിട്ടുകൊണ്ട് നീ സംഭവിച്ചത് എന്താണെന്ന് പറയാൻ നോക്ക്. ബ്രദർ അത് കുറച്ച് ക്രൂവലല്ലേ, അന്നത്തെ ദിവസത്തിനെ പറ്റി റിവീൽ ചെയ്യാനല്ലേ താങ്കൾ ഈ പറഞ്ഞത്? സത്യം പറയാലോ, ആ ദിവസത്തിനെ പറ്റി ആലോചിക്കാൻ പോലും എനിക്കൊരു താല്പര്യമില്ല.
പിന്നെ കാണിക്കുന്നത് 14 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മുടെ എൽബഫിൻ്റെ ക്യാസിലും കാണിക്കുന്നുണ്ട്. നമ്മുടെ ലോക്കി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലോക്കി മാത്രമല്ല എൽഡർ ജാറിലും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം താങ്കളെയും ഇവിടേക്ക് സമൺ ചെയ്തോ. അല്ലകളവാ, താങ്കൾക്ക് മരിക്കാറുന്നോ അല്ലേ? ഇത്രയും പ്രായമായില്ലേ? എന്തായാലും വന്ന സ്ഥിതിക്ക് എൻ്റെ വീട് പോലെ തന്നെയുണ്ട്, അല്ലെങ്കിലും ഇത് തന്നെയാണല്ലോ എൻ്റെ വീട്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ സമയത്ത് അവിടെയുള്ള ഗാർഡ്സ് പറയുന്നുണ്ട് കിങ് ഓഡിയൻസ് ചേമ്പറിലാണുള്ളത്. അപ്പോൾ ലോക്കി പറയും ചെയ്യും എന്തിനാണ് അദ്ദേഹം വിളിച്ചതെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഞാനൊരു കാര്യം പറയാം, വേൾഡ് ഗവൺമെൻറ്റിനോട് കൂടാണെങ്കിൽ ഞാനിത് സമ്മതിക്കത്തില്ല. അവരാണ് റോക്സിനെ കൊന്നത്. അതുകൊണ്ട് തന്നെ എൽബഫിൻ്റെ എതിരെ നിൽക്കാനും എനിക്കൊരു കുഴപ്പമില്ല. നീ വളരെയധികം ശബ്ദം വെക്കുന്നുണ്ട്, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് പൊളിറ്റിക്സ് ആണ്. പിന്നെ പൊളിറ്റിക്സ് നീ വാതുറന്നുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ജനറേഷനുള്ള എല്ലാ സമാധാന പ്രിയറായത്. ഒരാൾക്ക് പോലും ഒരു വെപ്പൺ മനുഷ്യർക്ക് പിടിക്കാൻ പോലും അറിയാമല്ല. അതെന്തായാലും നല്ലതല്ലേ? എൻ്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡിനൊന്നും ഇപ്പം യുദ്ധം കാണേണ്ട കാര്യമൊന്നുമില്ല. യുദ്ധം കാണുന്ന കവേൾ നിങ്ങൾ വേണം അവരൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഈ സമയത്ത് അകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ശബ്ദം കേൾക്കുന്നത്? അപ്പോൾ അവർ രണ്ടുപേരും ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ലോക്കി, ഐ മീൻ ഞങ്ങളുടെ യങ് മാസ്റ്റർ, എന്തായാലും ഞാനൊന്ന് കിങ്ങിനെ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പറയുന്നത് ലോക്കി ആ ഒരു ഗാർഡിനെ ചവിട്ടി അവിടുത്തെ ഗേറ്റിലേക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്, തുറക്കട നായെ, ഇത് എൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് അവൻ ചവിട്ടി അത് പൊളിക്കുന്നുണ്ട്. പക്ഷേ അകത്തേക്ക് കയറിയപ്പോൾ അവൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മുടെ ഹാർലിനെ, കിങ് ഹാർലിനെ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് എല്ലാവരും കത്തിയിൽ കുത്തി നിർത്തിയിരിക്കുന്നതാണ്. കണ്ടിരുന്ന ലോക്കിയും അതേപോലെ തന്നെ ജാർലും ഞെട്ടിത്തെറിച്ചു പോയി. ലോക്കി ചോദിക്കുന്നുണ്ട് നീയൊക്കെ ഇത് എന്ത് ചെയ്യുവാണ്? പിന്നെ കാണിക്കുന്നത് മറ്റൊരു സ്ഥലമാണ്, റിലം ഓഫ് സൺ ആണ്, ഗബാൻ്റെ വീട്. അവൻ പറയുന്നുണ്ട് കിഡിലം വ്യൂ ആണ് കേട്ടോ, പിന്നെ അല്ലാതെ എത്ര നാളാടാ നമ്മളിങ്ങനെ ഒന്ന് കൂടിയിട്ട്, 4-5 വർഷമോ? പിന്നെ 4-5, ക്യാപ്റ്റൻ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. 10 വർഷമോ? എൻ്റെ പൊന്നോ, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ജീവിതം മുഴുവൻ മാറിപ്പോയി. എനിക്ക് ചുമ്മാ ഒരു പൈലറ്റായാൽ മതിയായിരുന്നു ബഗ്ഗയുടെ കൂടെ തന്നെ. പക്ഷേ എൽബഫ്, എനിക്ക് അറിഞ്ഞൂടാ. നീ അതൊക്കെ മിണ്ടായി ഷാങ്ക്സ്, ആ ടോപ്പിക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം. നീ മറ്റേ ജയൻസിൻ്റെ ഓർമ്മയുണ്ടോ? ലിറ്റിൽ ഗാർഡിനെ വെച്ച് കണ്ട ഡോറിനെ ബ്രോഗിനെ? പിന്നെ അല്ലാതെ ഈ സമയത്ത് റിപ്ലൈ എവിടേക്ക് വരുന്നുള്ളത്? ഷാങ്ക്സ് ഞെട്ടിപ്പോവുകയും ചെയ്യും. ഷാങ്ക്സിനെ പുള്ളിക്കാരെ വിളിക്കുന്നത് ഷാങ്കുൻ എന്നാണ്. അങ്ങനെ റിപ്ലൈ പറയുകയും ചെയ്യും എന്ത് പറ്റി, ചൂട് കുറവാണ്? ഹേ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ് റിപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് ഗബം കിടന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവരകത്ത് കയറിയിട്ടുണ്ട്. സംഭവം കൊള്ളാം. സോ ഇതാണല്ലേ ഒരു മനുഷ്യൻ്റെ ജയൻറ്റിൻ്റെ വീട്. അങ്ങനെ റിപ്ലൈ കൊടുത്തൊരു സാധനം കഴിച്ചുകൊണ്ട് നമ്മുടെ ഷാങ്ക്സ് പറയുന്നുണ്ട്, അല്ല ഗബാൻ, ഞാൻ ഇവിടേക്ക് വരാനത് ആ പോർട്ടൽ, എടാ ഒന്ന് മിണ്ടാതിരിക്കും, നിനക്ക് നാട്ടിൽ നിന്ന് ജീവനോടെ പോകണമെന്നുണ്ടെങ്കിൽ നീ വാ മൂടിയിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മുടെ ഗവൻ പറയുന്നുണ്ട്, അല്ല നിനക്ക് ഹാർലിനെ അറിയാവോ? അവനാണ് ഇവിടുത്തെ കിങ്. അവൻ എല്ലാവരും ഒരു ദൈവം പോലെയാണ് കാണുന്നത്. ഞാനവിടെ കണ്ടിരുന്നു മറി ജിയോസിൽ വെച്ച്. ഞങ്ങൾ അന്ന് കൂട്ടായിരുന്നു, പക്ഷേ അന്ന് എനിക്ക് ഫ്രീലി സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഇന്ന് ഞാനിപ്പോൾ അവൻ്റെ കണ്ടിൽ വന്നുകൊണ്ട് എനിക്ക് അവനോട് സംസാരിച്ച കൊള്ളുന്നുണ്ട്, അതും ലേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ ആ ദിവസം തന്നെയാണ് എൽബഫിൽ അത് സംഭവിച്ചത്. എൽബഫിൻ്റെ പ്രിയപ്പെട്ട രാജാവ് അന്ന് മരണപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് ജാറുലിൻ്റെ തലയിലേക്ക് ആരോ ഒരാൾ ആ ഒരു കത്തി കുത്തി ഇറക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല എൽബഫിലെ ആ ഒരു ട്രഷർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആരോ ഒരാൾ പോകുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, സോ ഇതാണല്ലേ എൽബഫിലെ ഫോർബിഡൻ ഡെയിൽ ഫ്രൂട്ട് വർഷങ്ങളായിട്ട് ഇവിടെ പാസ് ഡൗൺ ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഒരു വലിയൊരു ഫ്ലാഷ് ബാക്കിലാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രസന്റ് ഡേയിൽ നിന്ന് 109 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക്. ഒരു വലിയൊരു ജയന്റിന്റെ ഒരു ഷിപ്പും കാണാൻ സാധിക്കുന്നുണ്ട്. നറേറ്റർ അവിടെ പറയുന്നുണ്ട്, ഈ കടലിലെ ഏറ്റവും ഭയാനകമായ ഒരു കാര്യം എന്തെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ദി ജയന്റ് വാരിയർ പൈരറ്റ്സ് ആണ്. ഇത് അവരുടെ ഇരയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവരിപ്പോൾ എന്തായാലും ഒരു മനുഷ്യരുടെ കൺട്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ജയന്റ് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയ പ്രിൻസസ് ഉണ്ടെന്ന് കേട്ടിരുന്നു. ഈ സമയത്ത് തന്നെ ഒരു ജയന്റ് അവിടെ ഉണ്ടാകുന്ന ക്യാസിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ അവനെ ആ ക്യാസിലേക്ക് ഒരാൾ ചവിട്ടി താത്തുന്നുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, കിങ് ഹാർലായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ എൽബഫിലെ രാജാവായിട്ട് മാറിയിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കുക, എൻ്റെ കാലൊന്ന് തെന്നിയതാണ്. കിങ് ഹാർൽ തൻ്റെ 45-ാമത്തെ വയസ്സിലാണ് എൽബഫിൻ്റെ രാജാവായിട്ട് മാറിയത്. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ്റെ 15-ാമത്തെ വയസ്സിൽ. എന്നാൽ എല്ലാവരും പറയുന്ന പോലെ അന്ന് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനല്ലായിരുന്നു പുള്ളിക്കാരൻ, വെറും ഒരു നായയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. എൽബഫിൻ്റെ ഇതുവരെ പറയാത്ത ഒരു വലിയൊരു അൺടോൾഡ് സ്റ്റോറിയാണ് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുമല്ല നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ചൊവ്വാഴ്ച തന്നെ നമുക്ക് വൺ പീസിൻ്റെ ചാപ്റ്ററുള്ള 1153 സ്പോയിലേഴ്സ് കിട്ടുന്നതായിരിക്കും. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.